നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് 80/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ളതാണ്. LDC എക്സാം എഴുതുന്നവർക്കും അതേപോലെ LP, CPO തുടങ്ങിയ കേരള PSCയിലെ എല്ലാ എക്സാം എഴുതുന്നവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. +2 ലെവലാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. നമ്മുടെ LDC സിലബസ് പ്രകാരമുള്ള ആ ഒരു കണ്ടൻറ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏതാണ്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏതാണ്? പെട്രൽ, ഗംഗ, ഭാരത്, മൈത്രി. നമ്മുടെ ആൻസർ എന്താണ്? മൈത്രിയാണ്. ഗവേഷണ കേന്ദ്രം ഇവിടെ ഏതാണ് വരുന്നത്? മൈത്രിയാണ് അല്ലേ? ഫസ്റ്റ് ഗവേഷണ കേന്ദ്രം ഏതായിരുന്നു? ദക്ഷിണ ഗംഗോത്രി അല്ലേ? ദക്ഷിണ ഗംഗോത്രി ഇയർ എത്രയാണ്? 1984 വർഷം. മൈത്രി എത്രയാണ്? 88 ആണ്. 1988 ആണ്. സെക്കൻഡാണ് മൈത്രി വരിക. ഫസ്റ്റ് ദക്ഷിണ ഗംഗോത്രി, സെക്കൻഡ് വരുന്നത് മൈത്രി. 1988 ആണ് അല്ലേ? തേർഡപ്പോൾ ആരാണ്? ഭാരതിയാണ്. ഭാരതിയാണ് തേർഡ് വൺ അല്ലേ? 2012 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഇവിടുത്തെ ഏതാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? മൈത്രിയാണ്. ബാക്കി ആരും കൂടിയുണ്ട്, ദക്ഷിണ ഗംഗോത്രിയും ഉണ്ട്, ഭാരതിയുണ്ട്. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് വൺ, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച്, ലാറ്റിൻ അമേരിക്കൻ, അമേരിക്കൻ, ആഫ്രിക്കൻ. നമ്മുടെ ആൻസർ എന്താണ്? അമേരിക്കൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഇത് അല്ലേ? അപ്പോൾ ലഘുലേഖ ആരാണ് പ്രഖ്യാപിക്കുന്നത്? തോമസ് പെയിനാണ് പ്രഖ്യാപിക്കില്ലേ? തോമസ് പെയിനാണ് പ്രഖ്യാപിക്കുന്നത്. എന്ത് പറഞ്ഞു? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു അല്ലേ? നെക്സ്റ്റ് വൺ, ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം എന്താണ്? റൗലറ്റ് നിയമം, ഉപ്പ് നിയമം, പ്രാദേശിക പത്ര നിയമം, സ്റ്റാമ്പ് നിയമം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് റൗലറ്റ് നിയമം. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? സത്ലജ്, ഷോക്ക്, നുബ്ര, ബിയാസ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി നുബ്രയാണ്. നെക്സ്റ്റ് വൺ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. ആൻസർ എന്താണ് നമുക്ക്? പശ്ചിമ ബംഗാൾ, കൊൽക്കത്ത. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായി, ഗൗരി ലക്ഷ്മിഭായി, മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ. ആൻസർ എന്താണ്? ഗൗരി പാർവതിഭായി അല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക പാർവതിഭായി. നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ശൃംഖലാ വിശകലനം, വിദൂര സംവേദനം, ഖനനം, സമുദ്ര പര്യവേഷണം. നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി വിദൂര സംവേദനം. ഓപ്ഷൻ ബി വിദൂര സംവേദനം, സ്റ്റീരിയോസ്കോപ്പ് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണ്? പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കുടക്, വയനാട്, ബാബ ബുദാൻ, നീലഗിരി. നമ്മുടെ ആൻസർ എന്താണ്? ബാബ ബുദാൻ. ബാബ ബുദാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ, പൊട്ടി ശ്രീരാമലു, BR അംബേദ്കർ, SN ഭട്നഗർ. ആൻസർ എന്താണ് നമുക്ക് വരേണ്ടത്? ആൻസർ ഓപ്ഷൻ എ KM പണിക്കർ. KM പണിക്കർ. നെക്സ്റ്റ് വൺ, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? FPTP സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം. ഇവയൊന്നുമല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് FPTP സമ്പ്രദായം. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ഓപ്ഷൻസ് നോക്കാം. GV മൗലങ്കാർ, വസൽ അലി, സുകുമാർ സെൻ, പോറ്റി ശ്രീരാമലു.
നമ്മുടെ ആൻസർ എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ സുകുമാർ സെൻ. നെക്സ്റ്റ് വൺ, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? MKSS, NBA, ചിപ്കോ പ്രസ്ഥാനം, ദളിത് പാന്തേഴ്സ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, MKSS അല്ലേ? MKSS. നെക്സ്റ്റ് വൺ, മീസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ സ്ഥാപകൻ ആരാണ്? PA സാക്മ, ജോഗൽ, അംഗമി സാഫു ഫിസോ, ലാൽ ഡെങ്ക. MNFൻ്റെ സ്ഥാപകൻ ആരാണ്? നമ്മുടെ ആൻസർ എന്താണ്? ലാൽ ഡെങ്ക. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക, പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വൈദ്യുതി മോഷണത്തിന് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു, ഇവയൊന്നുമല്ല. നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2003 വൈദ്യുതി നിയമം എന്താ ലക്ഷ്യമിടുന്നത്? പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് വൺ, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ്. നോക്കാം ആൻസർ എന്താണ് വരേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവ എല്ലാം അല്ല. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കേശവാനന്ദ ഭാരതി കേസിനെ പറ്റി ഇല്ലേ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത് റെഫറൻസ് പോലാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ, മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 32, 226, 19, 44. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 226 അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 19, 356, 32, 14. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, 32 അറിയാം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? താഴെ വിദ്യാഭ്യാസം, ജയിൽ, വനം, ബാങ്കിങ് എന്നിവയുണ്ട്. നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതൊക്കെ വരുന്നുണ്ട്? വിദ്യാഭ്യാസം, അതുപോലെ വനം അല്ലേ? രണ്ടും എന്താണ്? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം, വനം കൺകറന്റ് ലിസ്റ്റാണ്. നെക്സ്റ്റ് വൺ, 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? അല്ലേ? റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. PK തുങ്കൻ കമ്മിറ്റി, ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, സർക്കാരിയ കമ്മിറ്റി. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി അല്ലേ? 10/23 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇത് തന്നെ ഒരു അല്ലേ ഏകദേശം ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നേക്കുന്നുള്ളത്. ഇപ്പോൾ 22-ലെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? അപ്പോൾ അത് റെപ്പറ്റീഷൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞൂടെ. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ പണനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങും. നമ്മുടെ ആൻസർ ഇവിടുത്തെ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1, 3 ശരി. 1, 3 മീൻസ് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്
ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന് സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങും. ഒന്നുകൂടെ വായിക്കാമെന്ന് വെച്ചാൽ അത് അറിയില്ല എങ്കിൽ വീണ്ടും ഒന്നുകൂടി ഉറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഒന്ന് വായിക്കുന്നത്. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏതൊക്കെയാണ്? പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചെലവുകൾ കൂട്ടുന്നു. പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ഇതിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത എന്തൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം, ഫസ്റ്റ് പറഞ്ഞത് മാത്രം. പണപ്പെരുപ്പമുള്ളപ്പോൾ എ മാത്രം. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചെലവുകൾ കൂട്ടുന്നു, തെറ്റായ വസ്തുതയാണ്. നെക്സ്റ്റ് വൺ, ശരിയായ ജോഡി കണ്ടെത്തുക. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി, മൊത്തം ധനക്കമ്മി, മൊത്തം ചെലവ്, വായ്പ വഴിയുള്ള മൊത്തം വരുമാനം, നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 1, 2, 3 ശരിയായതാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. ഓപ്ഷൻസ്: ഘടനാപരമായ തൊഴിലില്ലായ്മ, പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഇവയൊന്നുമല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ ഒരു സാമ്പത്തിക വർഷമാണ്. RBIയുടെ ഒരു സാമ്പത്തിക വർഷം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനക്കയം, മടക്കത്തറ, ചുണ്ടേൽ, അമ്പലവയൽ. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ചുണ്ടേൽ. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? അഡ്രിനാലിൻ, എറിത്രോപോയറ്റിൻ, ഓക്സിറ്റോസിൻ, ആൽഡോസ്റ്റിറോൺ. നമ്മുടെ ആൻസർ എന്താണ്? എറിത്രോപോയറ്റിൻ. ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. നെക്സ്റ്റ് വൺ, മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻസ്: ആശ്വാസകിരണം, പ്രത്യാശ, സ്നേഹസ്വാന്തനം, സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട കുട്ടികൾക്ക്. നമ്മുടെ ആൻസർ എന്താണ്? സ്നേഹപൂർവ്വമാണ്. സ്നേഹപൂർവ്വം എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സാർസ്, സിഫിലിസ്, ഷിഗല്ലോസിസ്, ആന്ത്രാക്സ്. നമ്മുടെ ആൻസർ എന്താണ്? സാർസ് ആണ് രോഗം. സാർസ് ആണ് രോഗം. വൈറസ് മൂലം സാർസ്. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ജൈവ വൈവിധ്യം, ഒരു ഭൂമി മാത്രം, പരിസ്ഥിതി പുനരുജ്ജീവനം, പ്ലാസ്റ്റിക്കിനെ തുരത്താം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഒരു ഭൂമി മാത്രം എന്നാണ് ആൻസർ. നെക്സ്റ്റ് വൺ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ആൻസർ 373 K. നെക്സ്റ്റ് വൺ, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ആൻസർ എത്രയാണ്? 0 ആയിരിക്കും. ഓപ്ഷൻ ഡി 0 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി ആസ്പിരിൻ ഏതിനം ഔഷധോപഭാവത്തിൽപ്പെടുന്നു? ഇതിൽ ഗ്രീഡ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനം ഏതാണ്? ഗാൽവനിക് സെല്ല്, ഫ്യുവൽ സെല്ല്, വോൾട്ടായിക് സെല്ല്, വൈദ്യുതരാസ സെല്ല്. നമ്മുടെ ആൻസർ എന്താണ്? ഫ്യുവൽ സെല്ല്. ഹൈഡ്രജനും ഓക്സിജനും ഫ്യുവൽ സെല്ല്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന
എസ് ഐ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം, കിലോഗ്രാം ഭാരം, കിലോമീറ്റർ, മോള്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, കിലോഗ്രാം. നെക്സ്റ്റ് വൺ, സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? റാൻഡം ആക്സസ് മെമ്മറി, ഹാർഡ് ഡിസ്ക്, റീഡ് ഓൺലി മെമ്മറി, രജിസ്റ്റർ. എന്താണ് ആൻസർ? ഹാർഡ് ഡിസ്ക് ആണ് ആൻസർ. സെക്കൻഡറി മെമ്മറി, ഹാർഡ് ഡിസ്ക്. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? വിൻഡോസ്, ലിനക്സ്, എക്സൽ, ജിംബ്. ഏതാണ് ആൻസർ? എക്സൽ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു മിനിറ്റ്. 3 and 4 ഉണ്ട്. എക്സലും ജിംബും ഉണ്ട്. 3ഉം എക്സലും ജിംബും ഉണ്ട്. ഓപ്ഷൻ സി ആണ് 3 and 4. എക്സലും ജിംബും ഉണ്ട്. നെക്സ്റ്റ് വൺ, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഫ്രീക്വൻസി, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ബാൻഡ് വിഡ്ത്ത്, ഡാറ്റ ടൈപ്പ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ബാൻഡ് വിഡ്ത്ത് അല്ലേ? ബ്രോഡ്ബാൻഡ് ഒക്കെ ഓർത്ത് നമുക്കതും ബാൻഡ് വിഡ്ത്ത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ, ഫയർഫോക്സ്, ഒപ്പേറ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ഗൂഗിൾ. ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന ആക്ട് ആണ് ഏതാണ്? IT ആക്ട് 65, 66B, 66C, 66F ആണ്. ഐഡൻറ്റിറ്റി മോഷണം തടയുന്ന IT ആക്ട് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. IT ആക്ട് 66C, 66C ആണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1981 സ്ഥാപിതമായി 79 സ്ഥാപിതമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം പി നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കുഞ്ഞനാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ വരും. 1ഉം 4ഉം 1ഉം 4ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. 81ഉം അല്ലേ സാംസ്കാരിക വകുപ്പിനും. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ്, കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1940 ആണ് ഇന്ത്യൻ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യം പങ്കെടുക്കുന്നത്. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ നടക്കും. 42 കോമൺവെൽത്ത് ഗെയിംസ് എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ട് ഗെയിംസ് നടന്നു. ആൻസർ ഇതാണ്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായ ആൻസർ. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 22 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ നടക്കും. അപ്പോൾ നമ്മുടെ ഗെയിംസിൻ്റെ ദേശീയ ഗെയിംസ് ആണെന്ന് തോന്നുന്നു സിലബസിലല്ലേ പഠിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് താഴെ തന്നിരിക്കുന്ന 2 പട്ടികയിൽ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഫസ്റ്റ് പാട്ടിൽ പടയണി, തെയ്യം, മുടിയേറ്റ്, കുടിയാട്ടം, കാളിദാരിക പുരാവൃത്തം, സംസ്കൃത നാടകം, തപ്പ്, തോറ്റം പാട്ടുകൾ അല്ലേ? ചേരുംപടി ചേർക്കാൻ ആൻസർ ഇത് വരിക. ഓപ്ഷൻ ഡി ആണ്. പടയണി തോറ്റം പാട്ടുകൾ. ഒരു മിനിറ്റ്. പടയണി ഏതാണ്? തപ്പാണ്. ഒരു മിനിറ്റ്. പടയണി, തപ്പ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസർ. തെയ്യം തൊപ്പ് ശരിയായി. തെയ്യം, തോറ്റം പാട്ടുകൾ, മുടിയേറ്റ്, കാളിദാരിക പുരാവൃത്തം, കൂടിയാട്ടം, സംസ്കൃത നാടകം. നെക്സ്റ്റ് വൺ, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. മലയാളത്തിൽ 2ാമത്തെ നിശബ്ദ ചിത്രമാണ്
മാർത്താണ്ഡവർമ്മ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള ചിത്രമാണ് ചെമ്മീൻ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ തോപ്പിൽ ഭാസിയാണ്. ഭാർഗവി നിലയം എന്ന സിനിമാ കഥയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം. ഇതിൽ അനുയോജ്യമായത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരിക. 1ഉം 4ഉം മാത്രമാണ് അനുയോജ്യം. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണിത്, മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് വരുന്നത് ഭാർഗവി നിലയം എന്ന സിനിമാ കഥയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം. നെക്സ്റ്റ് വൺ, ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് ഉത്തരം എഴുതുക. സ്തോത്രകൃതികൾ, പിങ്കള, കാൽപ്പനിക, ഖണ്ഡകാവ്യങ്ങൾ. ആശാൻ്റെ കവിതകളുമായി യോജിച്ച് വേണം നോക്കുക. ആശാൻ കവിതകൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, പിങ്കള ഒഴികല്ലേ. സ്തോത്രകൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങൾ എല്ലാം എന്താണ് ആശാൻ്റെ കവിതകളുമായി വരും. നെക്സ്റ്റ് വൺ, 26 ശീതകാല ഒളിമ്പിക്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? മിലാൻ, നാപ്പോളി, ചമോനിക്സ് മോണ്ട്, കോർട്ടിന ഡി ആംബസ്. അല്ലേ, കോർട്ടിന ഡി ആംബസ് നല്ല പരിചയമുണ്ട്. നെക്സ്റ്റ് ആൻസർ എന്താണ് ഇതിൻ്റെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 4, മിലാനും കോർട്ടിന ഡി ആംബസ്. അല്ലേ, നമുക്ക് അറിയാവുന്ന മാത്രമേ പരിചയം വരുള്ളൂ, ഓർത്തോണേ. മിലാൻ, കോർട്ടിന ഡി ആംബസോ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. സലിമ മുകൻ സൻക, ശാന്തി ശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ്, അസിമ ചാറ്റർജി, മീരാഭായ് ചാനു. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കാം. സലിമ മുകൻ സൻക, സൻക ഏതാ വരിക? സൻക വനിതാ ഫുട്ബോൾ റഫറി ആയിരുന്നു. ശാന്തശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ് ഏതായിരുന്നു? വൈസ് ചാൻസലറാണ്. അസിമ ചാറ്റർജി വനിതാ സയൻറ്റിസ്റ്റ് അല്ലേ. മീരാഭായ് ചാനു ഒളിമ്പിക്സ് മെഡൽ. ഇതെല്ലാം കറണ്ട് അഫെയറിൽ വന്ന കാര്യങ്ങളല്ലേ. 21 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഗ്ലാസ്ഗോ, COP26, റിംഗ് വാൻഡറിംഗ്, കൊബിത. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ഏതായിരുന്നു? ആൻസർ ഏതാണ്? ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. നെക്സ്റ്റ് വൺ, 21 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഗൊരട്ടി വെങ്കണ്ണ, സഞ്ജീവ് വെരങ്കർ, കവിത, നാടകം. ആൻസർ എന്താ വരുന്നത്? 1ഉം 3ഉമാണ്. ഗൊരട്ടി വെങ്കണ്ണയും കവിത അല്ലേ, കവിതയാണ് വല്ലങ്കി താളം എന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, മാത്സ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 52 ഓപ്ഷൻ എ ആണ്. 53 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 54 ഓപ്ഷൻ ബി ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 56ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 57 എ ആണ്. ഫൈനൽ ആൻസർക്ക് പ്രകാരമായതുകൊണ്ടാണ് ആൻസർ തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ. 58ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 59 ആൻസർ ഓപ്ഷൻ ബി ആണ്. 60യുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 61 ഓപ്ഷൻ ബി. 62 ഓപ്ഷൻ ഡി ആണ്. 63 ഓപ്ഷൻ ഡി. 64 ഓപ്ഷൻ ബി. 65 എ ആണ്. 66 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 66ൻ്റെ ഓപ്ഷൻ ഡി ആണ്.
67, option B. 68, B. 69, A. 70, C ആണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് നോക്കാവുന്ന had he got an opportunity, he dash a film, will direct, would direct, would have directed, direct. Had he got an opportunity, he dash a film. ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തത് would have directed, had he, had ഇല്ലേ, would have directed. Next one, nobody contacted me during my difficult times. ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ, നോബഡി ഉണ്ട്, നോട്ടായി. ആൻസർ അതാണ് ഡിഡ് ദേ. കോണ്ടാക്റ്റഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ഫോം അല്ലേ, ഡിഡ് ദേ. നെക്സ്റ്റ് വൺ, ദ ഫിലിം ഷോ സ്റ്റാർട്ട്സ് എവറി ഡേ അറ്റ് 8 PM ഷാർപ്പ്, ബട്ട് ടുഡേ ഐ ഡിഡ്ന്റ് ബിഗിൻ. ഓൺ ടൈം, അറ്റ് ടൈം, ഇൻ ടൈം, ഡ്യൂറിങ് ടൈം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺ ടൈം. മെനി എ മാൻ ഡാഷ് urged me to quit this job. Were, have, has, is. Many a man has. Find out the sentence that is grammatically correct. One of my relatives have gone abroad. You are strictly instructed to write the answers in ink. He hanged the picture on the wall. One should respect his parents and elders. Correct, grammatically correct. ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. രണ്ടാമത്തെ മാത്രമാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. സമ്മർ ഈസ് ദ സീസൺ ഡാഷ് ഓൾ ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത് അപ്പിയേഴ്സ് അറ്റ് ദി വേസ്റ്റ്. വേർ, വൈ, വെൻ, വിച്ച്. നമ്മുടെ ആൻസർ വെൻ ഓൾ ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത്. Stephen Hawking has made innumerable studies regarding dash universe and any a the universe. Option D. The following sentence is a dash sentence. Owing to laziness, he couldn't accomplish his dreams. Answer option A ആണ്, simple. Ramesh is good at English and he prefers reading to be writing, write, writing, have writing. Prefers to. Answer writing. Next, change the sentence. In the voice, someone has changed my attitude. Someone has changed my attitude. അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് വൺ ആൻസർ അല്ലേ, മൈ. ഓപ്ഷൻ എ ആണ് ആൻസർ. മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സമ്മൺ. Find out the word or words that has the right spelling. 81. Answer option C ആണ്. Only 1 and 4. Next one, what is the meaning of the idiom have an axe to grind? Have an axe to grind ന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. To have a strong opinion about something. Next one, find out the synonym of the word ostensibly. Synonym എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 84, valedictorian. ക്വസ്റ്റ്യൻ പണ്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. ഈസ് വൺ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹു ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത്. valedictorian. Next one, which word or words can be used as this antonym of extravagant? ഏതാ എക്സ്ട്രാവഗൻറ്റ് അല്ലേ. ഫ്രൂഗൽ ഉണ്ട്, സ്കാൻഡറർ ഉണ്ട്, തെഫ്റ്റി ഉണ്ട്, ജനറസ് ഉണ്ട്. എക്സ്ട്രാവഗൻ്റ് ഒക്കെ പഴയതായിരുന്നു, പക്ഷെ നമുക്ക് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 3 ഉണ്ട് അല്ലേ. ഫ്രുഗൻറ്റും ഉണ്ട്, ത്രിഫ്റ്റിയും ആൻറ്റോണിയുമായിട്ട് വരാം. നെക്സ്റ്റ് വൺ, ഡാഷ് പണിഷ്മെൻറ്റ് ഈസ് ബാൻഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോർപ്പോറൽ അല്ലേ. നെക്സ്റ്റ് വൺ, meaning of the phrase sine die is indefinitely. Find out the plural aquarium. അക്വേറിയത്തിൻ്റെത് അക്വേറിയ ആണോ? അക്വേറിയ ഉണ്ട്, നാലാമത്തെ അക്വേറിയംസ് ഉണ്ട്, രണ്ടും ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
ഐ ക്യാൻ ഓൾവേസ് ഡാഷ് മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രിസിസ്. ആൻസർ ഓപ്ഷൻ എ ആണ് കൗണ്ട് ഡൗൺ. കൗണ്ട് ഓൺ. ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രിസിസ്. ഓൾവേസ് കൗണ്ട് ഓൺ. ദ വേർഡ് ഗ്രീൻ ഹൗസ് ഈസ് എ ഡാഷ് വേർഡ്. ഗ്രീൻ ഹൗസ് എന്ത് തരം വേർഡാണ്? ഗ്രീൻ ഹൗസ് ഈസ് എ കോമ്പൗണ്ട് വേർഡ്. രണ്ടെണ്ണം അല്ലേ. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? 91. ആൻസർ ഓപ്ഷൻ എ ആണ് യൗവനം. താഴെ പറഞ്ഞ ശരിയായ വാക്യം ഏതാണ്? ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിയാറുണ്ട്. ഏതാണ് ശരിയായത്? മൂന്നാമത്തേതാണ്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിയാറുണ്ട്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് വരും കാറ്റുള്ളപ്പോൾ പാറ്റുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ബീറ്റ് ദ അയൺ, കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ഡി പ്രേഷിതാവ്. ഇരുട്ടെന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്ത പദം നീണ്ടില്ല. ബാക്കി നമുക്കറിയാം. നെക്സ്റ്റ് വൺ, തീരൻ എന്ന പദത്തിൻ്റെ വിവിധ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഭീരു. ധീരൻ, ഭീരു. തത്വം തിരിച്ചെഴുതിയതിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. തത്വം ഇരിറ്റ ക്വസ്റ്റ്യൻസ് ആണ്. കവി എന്ന നാമരൂപത്തിൽ സ്ത്രീലിംഗം എഴുതുക. കവിയുടെ അറിയാം. ഏതാണത്? കവയിത്രി അല്ലേ. നെക്സ്റ്റ് വിഭക്തികാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ, കല്യാണത്തിനുള്ള പന്തൽ. നെക്സ്റ്റ് 100ാമത്തേത്, ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു. നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതായിരിക്കും. LDs വരെ നമുക്ക്, LP UP LP വരെ നമുക്ക് നോക്കി പോവാം. ശരി, ഓക്കെ, താങ്ക് യു.